ലേക്ക് പ്ലാസിഡിലേക്കുള്ള ആദ്യത്തെ ദിവസത്തെ യാത്രയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് 4.5 മണിക്കൂർ ദൂരമുള്ള യാത്ര. ഏകദേശം 3.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അഡിറോണ്ടാക്ക് എത്തി. അവിടെ നിന്ന് വണ്ടി നിർത്തി. ഇതൊരു മെമ്മോറിയൽ ഡേ വീക്കെൻഡ് ആയിരുന്നേ. സമ്മർ അടുത്തല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ തണുപ്പിന്റെ ഒരു തുണി പോലും എടുത്തില്ല. അവസാനം അവിടെ ചെന്നപ്പോൾ ഭയങ്കര തണുപ്പ്. ഒരിക്കലും തണുപ്പിന്റെ തുണി എടുക്കാൻ മറക്കല്ല ഗൈസ്. അയ്യോ നടക്കുന്നു. സർവീസ് ഏറിയെന്ന് വണ്ടി എടുത്ത് ഞങ്ങൾ ഏതായാലും ലേക്ക് പ്ലാസിഡിലേക്കുള്ള യാത്ര തുടങ്ങി. 2 കമ്പിളി ഉണ്ടായിരുന്നോണ്ട് അമ്മമാർക്ക് കുറച്ച് ചൂട് കിട്ടി. ഏതായാലും ഭയങ്കര തണുപ്പായിരുന്നു വെളിയിൽ. 4 ദിവസം കണ്ടിന്യൂസ് ജോലി ചെയ്തിട്ട് വണ്ടി ഓടിക്കുന്ന ഞങ്ങളുടെ ഡ്രൈവറിനെ കണ്ടോ? വെക്കേഷന് പോകുന്ന സന്തോഷമാണ്. വളരെ മനോഹരമായ ഒരു യാത്രയാണിത്. കുറിക്കാൻ കുറച്ച് സാധനവും കയ്യിലൊരു കാപ്പിയും. ഈ സൗന്ദര്യം കണ്ട് നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ എന്നാ രസമാണെന്നറിയാമോ? നമ്മൾ ലേക്ക് പ്ലാസിഡ് അടുക്കാറാകുമ്പോഴത്തേനെ കംപ്ലീറ്റ് അന്തരീക്ഷം അങ്ങ് മാറും കേട്ടോ. നല്ല മലകൾ, സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നു, വെള്ള പെബിൾസ്. ഓ എന്നാ രസമാണ്. പിന്നെ ആണെങ്കിൽ ഈ കാണുന്ന മരങ്ങൾ, നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, മുന്നിൽ ഇങ്ങനെ നമ്മൾ എന്തോ അത്ഭുതം കാണുന്ന പോലെ. നല്ല രസമാണ് ഈ യാത്ര. അങ്ങനെ നമ്മൾ കാംബ്രിയ ഹോട്ടൽ ലേക്ക് പ്ലാസിഡ് ലേക്ക് സൈഡ് റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. എന്നാ രസമല്ലേ? മുന്നിലും പുറകിലും ഒക്കെ ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യങ്ങളും ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ റൂം. വെരി ബ്യൂട്ടിഫുൾ. നല്ലൊരു സീനറി ഉണ്ട്. എന്തിനാണെന്നറിയത്തില്ല, ഇവന്മാർക്ക് അറിയേണ്ടത് ഈ റൂമിൽ കിച്ചൺ ഉണ്ട് എന്നുള്ളതായിരുന്നു. 9 മണിയാകുമ്പോഴത്തേന് റെസ്റ്റോറൻറ്റ്സ് എല്ലാം അവിടെ അടയുന്നുണ്ട്. ഞങ്ങൾ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി ഫുഡും കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയി കുറച്ചു നേരം TV ഒക്കെ കണ്ട് നല്ലപോലെ അങ്ങ് ഉറങ്ങി. ഡേ 2 ലേക്ക് പ്ലാസിഡ്. ഒറിജിൻ കോഫിയിലെ ബ്രേക്ക്ഫാസ്റ്റുമായി ഞങ്ങൾ യാത്ര തുടങ്ങി. കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇതാ നമ്മൾ കാറിൽ മല കയറുന്നു. വൈറ്റ് ഫേസ് മൗണ്ടൻ മല. ഇവിടെ കയറി ചെല്ലാൻ നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഞങ്ങൾക്ക് 4 പേർക്കൂടെ ഏകദേശം $55 6 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് അത് ഫ്രീ ആണ്. ഒത്തിരി വ്യൂ പോയിന്റ്സ് ഉണ്ട് കേട്ടോ. അവിടെ ഒക്കെ നമുക്ക് വണ്ടി നിർത്തി ബ്യൂട്ടിഫുൾ സീനറീസ് കാണാൻ സാധിക്കും. ഈ നമ്മൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് മലയുടെ അകത്തൂടെ ഉണ്ടാക്കിയിരിക്കുന്ന ലിഫ്റ്റിലേക്കുള്ളൊരു വഴിയാണ്. നമുക്ക് 2 വഴിയിലൂടെ പോകാം. ഒന്നുകിൽ മല കയറിപ്പോകാം, അല്ലെങ്കിൽ നമുക്ക് ഈ എലിവേറ്ററിലൂടെ മുകളിലേക്ക് എത്താം. മലയുടെ മുകളിലെത്തുമ്പോൾ കാണുന്ന ഈ ലേക്കാണ് ലേക്ക് പ്ലാസിഡ്. നമ്മൾ ഈ നിൽക്കുന്നത് ന്യൂയോർക്കിലാണെങ്കിൽ പോലും നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് കുറച്ച് ദൂരോട്ട് നോക്കുമ്പോൾ നമുക്ക് കാനഡ കാണാൻ സാധിക്കും. മോൺട്രിയാലിൻ്റെ ഒരു ഭാഗമാണ് ബോർഡറായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി ഇതിൽ മോൺട്രിയാൽ എവിടെയെന്ന് എന്നോട് ചോദിക്കരുത് കേട്ടോ, നിങ്ങൾ തന്നെ പോയി കണ്ടുപിടിക്കണേ. എലിവേറ്റർ എടുത്തില്ലെങ്കിൽ ഇവിടുന്ന് ഈ കാണുന്ന താഴോട്ടുള്ള വഴിയില്ലേ, ഇതുവഴിയാണ് നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുന്നത്. ഒത്തിരി സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ, അല്ലേ നമ്മൾ തെന്നി അടിച്ചങ്ങ് പോകും. പിള്ളേരെ കൊണ്ട് പോവുകയാണെങ്കിൽ എലിവേറ്റർ എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഞങ്ങൾ മനോഹരമായ വൈറ്റ് ഫേസ് മൗണ്ടൻ യാത്ര കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലെത്തി. ഹോട്ടലിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഹോട്ടലിന്റെ തന്നെ ലേക്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ബോട്ടിങ് ചെയ്യാൻ പറ്റുമെന്ന്. കയാക്കും ഉണ്ട്, നമുക്ക് പെഡലിങ് ചെയ്ത് പോകാം. പക്ഷേ പെഡൽ ചെയ്ത് ഞാൻ മടുത്തു ഗൈസ്. ബോട്ടിങ് ചെയ്ത് ക്ഷീണിച്ച കാരണം ഒരു ഡെസേർട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി എമാസ് ഐസ്ക്രീം പാർലറിൽ. അവിടുത്തെ തിരക്ക് കണ്ടോ? ഒരു നിമിഷം അവിടെ ആൾക്കാരില്ലാതിരുന്നിട്ടില്ല. എപ്പോഴും ആൾക്കാരുണ്ടായിരുന്നു. ഐസ്ക്രീമും ബോബ ടീയും മേടിച്ച് ഞങ്ങൾ ഹോട്ടലിൻ്റെ ഫയർ പ്ലേസിൽ തിരിച്ചെത്തി. താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് ഇനിയും കാണാം. അപ്പോൾ ഡേ 2 വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഗൈസ്. ദൈവത്തിൻ്റെ സൃഷ്ടി എന്ത് മനോഹരമല്ലേ. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും പിള്ളേർ ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. അവർക്ക് ഇവന്തോ നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ പോലും അവർ സത്യം പറഞ്ഞാൽ വളരെയധികം എൻജോയ് ചെയ്തു. ഈ മൗണ്ടിൻ്റെ മണ്ടയ്ക്കെത്തി ഓരോ സ്ഥലത്തെയും വ്യൂ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി. ഈ കുട്ടിയെ കണ്ടോ? കുഞ്ഞു മനസ്സാണേ. മലയുടെ എവിടെയാണ് കയറിയിരിക്കുന്നതെന്ന് അറിയാവോ? ഒന്ന് കാല് തെന്നിക്കഴിഞ്ഞാൽ കണ്ടോ താഴോട്ടങ്ങ് പോകും. അമ്മയുടെ സാഹസികം കണ്ട് അവനും നിൽക്കണം കല്ലിൻ്റെ മണ്ടയ്ക്ക്. ഒരു മഴയുള്ള ദിവസം നിങ്ങൾ ലേക്ക് പ്ലാസിഡിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. ജനറേഷൻസ് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ രാവിലെ ഒളിമ്പിക്സ് മ്യൂസിയത്തിലേക്ക് എത്തി. ഇവിടെ അപ്പർ ലെവൽ ഫ്രീ ആണ്. ഒളിമ്പിക് ഹിസ്റ്ററിയുടെ കുറച്ച് പിക്ചേഴ്സ്, ഹോക്കി സ്റ്റേഡിയം,
ഐസ് സ്കേറ്റിംഗ് റിങ്, പിന്നെ ഈ കാണുന്ന കുറേ രാജ്യങ്ങളുടെ ഒളിമ്പിക്സ് പങ്കെടുത്ത രാജ്യങ്ങളുടെ ഫ്ലാഗും ഒക്കെ കാണാൻ പറ്റും നമുക്ക് ഈ അപ്പർ ലെവലിൽ വന്നു കഴിഞ്ഞാൽ. 1932 ലേക്ക് പ്ലാസിഡിൽ വിന്റർ ഒളിമ്പിക്സ് നടന്നത്. ഈ കാണുന്നതാണ് ഒളിമ്പിക്സ് മ്യൂസിയത്തിന്റെ ലോവർ ലെവൽ. ഇവിടെ ഒരു എൻട്രി ഫീ ഉണ്ട്. ഞങ്ങൾക്ക് 4 പേർക്കൂടെ ഏകദേശം $42 ആയി. ഇവിടെ പഠിക്കാനാണെങ്കിൽ ഒത്തിരി ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. മെഡൽസ് കിട്ടിയതും ട്രോഫീസും പിന്നെ ഒത്തിരി ബാഡ്ജസും ടോർച്ചസ്, പല രാജ്യങ്ങളിൽ നടന്ന ടോർച്ചസ് ആണ് ഈ കാണുന്നത്. അപ്പം ഒളിമ്പിക്സിനോടൊക്കെ താല്പര്യമുള്ള ആളാണെങ്കിൽ, ഒരു അത്ലീറ്റ് ആണെങ്കിൽ ഇത് വളരെ നല്ലൊരു ട്രിപ്പാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ കുറച്ച് ലേറ്റ് നൈറ്റ് ഡിന്നർ ആയാലോ? ദ പിക്കിൾഡ് പിഗ്. ഇവിടെയാണ് ഞങ്ങൾ പോയി നല്ല കുറച്ച് പന്നിയൊക്കെ ബാർബിക്യൂ ചെയ്ത് കഴിച്ചത്. ഇനി നമുക്ക് പന്നി കഴിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് കാണാം കേട്ടോ. കണ്ട ചാടുന്ന ചാട്ടം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പിക്കിൾഡ് പിഗ് വാസ് റിയലി ഗുഡ്. ഇത് രാത്രി 12 മണിക്ക് റൂമിലെത്തിയതിനു ശേഷമുള്ള കലാപരിപാടികളാണ്. എനിക്കും ഡാൻസ് കളിക്കണം എന്നുണ്ടായിരുന്നു. ഐ ഫീൽ സോ ഹാപ്പി. അപ്പോൾ കുറച്ച് പോർട്രേറ്റ്സ് ആയാലോ? ഞങ്ങൾ പോയ സ്ഥലത്ത് ഫുഡ് എല്ലാം നല്ലതായിരുന്നു കേട്ടോ. ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ്. അത് ചീപ്പാന്ന് ഞാൻ പറയത്തില്ല. ബട്ട് ഓൾ ദി ആംബിയൻസ് വാസ് സോ ഗുഡ്. വാട്ടർ ഫ്രണ്ട് ആയിരിക്കും മിക്കവാറും എല്ലാ സ്ഥലങ്ങളും. കറങ്ങാൻ പോകുന്ന സ്ഥലങ്ങളെല്ലാം സോ ബ്യൂട്ടിഫുൾ ആണ്. സോ ഇറ്റ് മേക്സ് സെൻസ് ദാറ്റ് ഇറ്റ് ഈസ് എക്സ്പെൻസീവ്, റൈറ്റ്? പണി കിട്ടി എന്ന് വിചാരിച്ച ഒരു ദിവസമായിരുന്നു ഇത്. ലേക്ക് പ്ലാസിഡിലെ അവസാനത്തെ ദിവസം. മെമ്മോറിയൽ ഡേ ആയിരുന്നത് കൊണ്ട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ വേഗം അടയ്ക്കും. എന്നാൽ നമ്മുടെ ഹെറിറ്റേജ് ഇന്ത്യൻ ഗ്രിൽ നമ്മളെ രക്ഷിച്ചു കേട്ടോ. ലഞ്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഹൈ ഫോൾസ് ഗോൾജ്. കാണേണ്ടിയ ഒരു വെള്ളച്ചാട്ടം തന്നെയാണ്. വീഡിയോയിൽ കാണുന്ന പോലല്ല കേട്ടോ. നമ്മൾ ഈ വെള്ളത്തിന്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. പേടി തോന്നിപ്പോവും. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് 4 പേർക്ക് $72 ആയിരുന്നു. കയറാനും ഇറങ്ങാനും ഒക്കെ ഇഷ്ടംപോലെ സ്റ്റെപ്സ് ഉണ്ട്. എന്നാൽ വളരെ സേഫാണ്. കുട്ടികൾക്ക് വളരെ സേഫായിട്ട് നടക്കാൻ സാധിക്കും. ഇവിടെ കയറുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റ് കൊടുക്കും. അത് കാരണം നമ്മൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന എല്ലാം വായിക്കേണ്ടി വരും. വേറെ എങ്ങും ഞാൻ ഇതുപോലെ എല്ലാ ബോർഡുകളും വായിച്ചിട്ടില്ല. ഇവന്മാരെ അത് വായിക്കാൻ സഹായിച്ചു. കാരണം ഇത് കഴിയുമ്പോൾ ആൻസർ എല്ലാം ശരിയാണെങ്കിൽ ഇവർക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടും. ഇതൊരു മാസ്റ്റർ പോട്ട് ഹോളാണ്. ദേ കാമുകിയുമായി പിണങ്ങി വന്ന ചിപ്മങ്ക് ചേട്ടൻ വെള്ളത്തിൽ ചാടാൻ ശ്രമിക്കുന്നു. നമ്മൾ ഇതിനെ വളരെ നിസ്സാരമായി കാണല്ലോ കേട്ടോ. ഭയങ്കര ആഴമാണ്. താഴോട്ട് നോക്കുമ്പോൾ നല്ല രസവുമാണ്, എന്നാൽ നല്ല പേടിയും തോന്നും. ഇങ്ങനെ കുറെ കുഴികൾ അവിടെയും ഇവിടെയൊക്കെ കാണാൻ സാധിക്കും. 2011 വലിയൊരു പ്രളയമുണ്ടായി. ആ സമയത്ത് ഒത്തിരി നാശനഷ്ടങ്ങളുണ്ടായി. ബാക്കി വന്ന കമ്പിയാണ് നമ്മൾ കാണുന്നത്. ആ കാണുന്ന ലെവൽ വരെ വെള്ളം പൊങ്ങിയെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വാട്ടർഫോൾസ് അല്ലാതെ അവിടെ ട്രെയിൽസും ഉണ്ട് നടക്കാൻ. നല്ല രസമായിരുന്നു വെള്ളച്ചാട്ടം മലയിലൂടെ ഇങ്ങനെ വരുന്നത് കാണാൻ. ഏകദേശം 1.5 മണിക്കൂറും കൊണ്ട് ഞങ്ങൾ ഈ ഹൈ ഫോൾസ് ഗോർജ് മൊത്തം കണ്ടു തീർത്തു. വെരി ബ്യൂട്ടിഫുൾ. യു ഷുഡ് റിയലി വിസിറ്റ് ഇറ്റ്. My son sold up Mike with 21. He tried to make some friends and then call me Chinchong. Yeah. അടുത്തതായി നമ്മൾ ഇനിയും പോകുന്നത് മിറർ ലേക്ക് എന്ന് പറയുന്ന ലേക്കിലാണ്. ലേക്ക് പ്ലാസിഡിൽ തന്നെയാണ് ആ മിറർ ലേക്ക് ഉള്ളത്. ഈ ലേക്കിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ആ ലേക്കിൽ എല്ലാ കാര്യങ്ങളും മിററായിട്ട് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആകാശം മുതൽ ക്ലൗഡ്സ് മുതൽ ട്രീസ് എല്ലാ കാര്യങ്ങളും അവിടെ മിററാകും. സോ ബ്യൂട്ടിഫുൾ. നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ആ സ്ട്രീറ്റ്സിലൂടെ നടക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഒരു കുളിർമയാണ്. നടന്നൊക്കെ ക്ഷീണിച്ചുകൊണ്ട് ഞങ്ങൾ എറീസ് പിസ്സ ഷോപ്പിൽ കയറി പിസ്സ കഴിക്കാൻ തുടങ്ങി. അതിൻ്റെ തൊട്ടടുത്താണ് ഈ മിറർ ലേക്ക്. ആ ക്ലൗഡ്സ് ആ വെള്ളത്തിൽ പതിയുന്നത് കണ്ടോ. അവസാനത്തെ രാത്രി ആയതുകൊണ്ട് ചെറുക്കന്മാർക്ക് സ്വിമ്മിങ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരെയും കൊണ്ട് ഹോട്ടൽ മുറിയിലെ സ്വിമ്മിങ്ങിനൊന്ന് കൊണ്ടുപോയി. അടുത്ത ദിവസം രാവിലെ ബാഗും പാക്ക് ചെയ്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ക്ലബിൽ കയറി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് യാത്രയായി. അപ്പോൾ ടോട്ടലി ഇതൊരു 5 ദിവസത്തെ ട്രിപ്പായിരുന്നു. വീട്ടിൽ നിന്ന് ഒരു 5 മണിക്കൂർ യാത്ര. 5 ദിവസം കണ്ടിന്യൂസ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ ഇല്ല. എന്നാൽ നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യണം, സ്ട്രെസ് ഫ്രീ ആകണം, ഒന്ന് സന്തോഷമായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് പ്ലേസ്. ഹോട്ടൽ, ഗ്യാസ്, ഫുഡ് എല്ലാം കൂടെ ഉൾപ്പെടെ നമുക്ക് ഏകദേശമായത് $2,500 ആണ്. നോട്ട് ബാഡ് ഫോർ 5 days of trip to get relaxed, right? That's a wrap on this adventure. Where should we go next?